തൊടുപുഴ നഗരസഭയിലെ 16-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും ഒരുമിച്ചൊരു വാഹനത്തിൽ സഞ്ചരിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അത് വലിയ വൈറലാവുകയും ചെയ്തിരുന്നു. നിയമം ലംഘിച്ച് സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് വാഹനത്തിൽ സഞ്ചരിക്കുന്നതിന്റെ വലിയ രോഷം ഉയരുകയും ചെയ്തു. നമ്മൾ 17-ാം വാർഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ രണ്ട് സ്ഥാനാർത്ഥികളും നമുക്ക് ഒപ്പമുണ്ട്. ഇത് നിഷാദും കൂടാതെ ഫായിദുമാണ് കൂടുതൽ. ഇവർ രണ്ടുപേരുമാണ് ഒരുമിച്ച് യാത്ര. എന്താണ് അങ്ങനെ ഒരുമിച്ചൊരു യാത്ര? എതിർ കക്ഷികളായിട്ട് നിൽക്കുന്ന ആളുകൾ അത് വേറെ ഒന്നുമല്ല, ഒരു സൗഹൃദം ഉണ്ടല്ലോ എപ്പോഴും. പാർട്ടി ഞങ്ങൾ രണ്ടും വ്യത്യസ്ത പാർട്ടിക്കാരാണെങ്കിൽ പോലും ഞങ്ങൾ ചെറുപ്പം മുതലേ കൂട്ടുകാരാണ്. സൗഹൃദം എപ്പോഴും കാത്ത് സൂക്ഷിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അപ്പം നമ്മുടെ ഈ ലോക്കൽ റോഡിൽ, ഈ സിറ്റിയിൽ നിന്ന് ലോക്കൽ റോഡിലേക്ക് പോകാൻ വേണ്ടി ഒരു കൂട്ടുകാരൻ വന്നപ്പം ജസ്റ്റ് ഞങ്ങൾ അതിനകത്ത് കയറി അങ്ങ് പോയി. ഒരു പാട്ടൊക്കെ പാടി അങ്ങോട്ട് ഒരു ഞായറാഴ്ച, ഒരു സൺഡേ ആയിരുന്നു. അപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങി ഈ ലോക്കൽ റോഡുകൾ കറങ്ങി ഇങ്ങനെ വന്നു എന്നല്ലാതെ നിയമം ലംഘിച്ചുള്ള ഒരു പരിപാടികളും ഞങ്ങൾക്ക് സംഘടനാപരമായിട്ടോ അല്ലെങ്കിൽ ഒരു രീതിയിലും നിയമം പാലിച്ച് തന്നെ മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഞങ്ങൾ. മത്സരം കടുത്ത മത്സരമാണ് 17-ാം വാർഡിൽ നടക്കുന്നത്. എങ്കിലും എതിർ സ്ഥാനാർത്ഥിയുടെ യാതൊരു ശത്രുതയുമില്ല, അതിസൗഹൃദം തന്നെയല്ലേ? അതെ അതെ, ഞങ്ങൾ ചെറുപ്പം മുതലുള്ള, നിഷാദ് പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരാണ്. ഞങ്ങൾ എന്നും വൈകിട്ട് ഇവിടെ വന്ന് രണ്ടുപേരും കാലിച്ചായ കുടിച്ചാണ് ഞങ്ങൾ പിരിയാറുള്ളത്. വളരെ നല്ല രീതിയിൽ പോകുന്നതാണ്. മത്സരം എങ്ങനെ പോകുന്നു? മത്സരം നല്ല രീതിയിൽ പോകുന്നു, വിജയ സാധ്യതയുണ്ട്. ഈ വാഹനം ഓടിച്ചിരുന്ന ആളും കൂടെ ഇവിടെയുണ്ട്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഷഫീഖ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഓസ്ട്രേലിയയിലാണ്. ഇപ്പം നാട്ടിൽ ഒന്നാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും എതിർ ചേരികളിൽ നിൽക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് ഒരു വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റിയ ആളുകളാണ്. നിങ്ങൾ മൂന്നാളും വലിയ സുഹൃത്തുക്കളാണോ? ഞങ്ങൾ 3 പേരും ഒരു കൂടപ്പുറത്തുള്ള സുഹൃത്തുക്കളാണ്. അത് വേറെ ഒന്നും വിചാരിച്ചോണ്ട് ഞങ്ങൾ 6 മാസം മുന്നേ എടുത്ത വീഡിയോ ആണത്. ഒരു സൗഹൃദത്തിന്റെ പേരിൽ പോയതാണ്. തീർച്ചയായും 17-ാം വാർഡിന് പറയാനുള്ളത് അതാണ്. എതിർചേരികളിൽ നിൽക്കുമ്പോഴും ഒരുമിച്ചൊരു സൗഹൃദത്തോടെ രണ്ട് സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ആ ഒരു പാട്ടുണ്ടായിരുന്നല്ലോ, ആ പാട്ടൊന്നോടെ പാടാൻ പറ്റുമോ? ഷിബിന് വേണ്ടി പാടിയ ഷിബിൻ കഴിഞ്ഞ ദിവസം അതേപോലെ ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ഷിബിൻ പാടിയ പാട്ടാ ഇവിടെ നിന്ന്. അപ്പൊ അവരെ കളിയാക്കിക്കൊണ്ട് ഞങ്ങൾ അത് പാടിയതായിരുന്നു. ഒന്നോടെ ആ പാട്ടൊന്ന് പാടാമോ? പാടാലോ, ഷിബി പാടാം. ഷിബി പഠിക്കും, ഷിബി തന്നെ പഠിക്കോട്ടെ. ഈ സ്ഥാനാർത്ഥികൾ പേടിക്കണ്ട, നാണിക്കണ്ട, നിങ്ങൾ പാടിക്കോളി. പാട്ടിന് തുടക്കം മറന്നു ഞാൻ. പ്രായം തമ്മിൽ മോഹം നൽകി, മോഹം കണ്ണിൽ വേഗം നൽകി, സ്നേഹം നെഞ്ചിൽ രാഗം നൽകി, രാഗം ചുഴലിടം നൽകി, ഇടം ചുഴലും വീരത്തണ്ടിൽ കാട്ടിൻ കൈകൾ താളം തട്ടി താളത്തുമ്പത്തൂഞ്ഞാലാടി പാടൂ നാട്ടുമൈനേ, പാടൂ നാട്ടുമൈനേ. തീർച്ചയായും ആരും നിയമം ലംഘിക്കരുത്. ഇത് സൗഹൃദ മത്സരമാണ് ഇവിടെ. സതീഷ് ഏട്ടനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1 ഇടുക്കി.